ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പം ഇവിടുന്ന് ഈ വെള്ളത്തിനോട് ഒരു എൻസൈം ഹോർമോൺ വരും. അത് ഇതിന് വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ചെള്ളുണ്ടല്ലോ, അങ്ങനെയുള്ള ഈ ഹോർമോൺ ഇവർ ഓടി വരും. ഇതിൻ്റെ അകത്തോട്ട് കയറി വസിക്കുകയാണ് ചെയ്യുന്നത്. ഓമേ ഇതന്നെ ഈ വാഴയൊന്നും ഒരുക്കാതെ ഇട്ടിരിക്കുന്നേ. അത് ഞാനൊരു പുതിയ മെത്തേഡ് നോക്കിയതാണ്. കാരണം ഈ വാഴയെല്ലാം ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് ഇങ്ങനെ ഒരുക്കി നല്ല കിളിക്കുഞ്ഞു പോലെ ആക്കി വെക്കുന്ന സംവിധാനമുണ്ട്. ഞാൻ ഇതേലും ഒന്നും ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ വന്നിരിക്കുന്ന ഇതിന് ഇങ്ങനത്തെ തണ്ട് തുറപ്പനോ ആണപ്പുഴോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുതൽ കിട്ടുക ചെയ്തിരിക്കുന്നത് ഒന്ന്. രണ്ടാമത്തെ, ഇതൊക്കെ ഇങ്ങനെ കണ്ടിച്ച് കളയുമ്പോൾ ഈ വരുന്ന ഭാഗത്തുനിന്ന് ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ആ എൻസൈമിൻ്റെ മണം അടിച്ചിട്ടാണ്, അതായത് തെങ്ങിൽ കൊമ്പൻചെല്ലി വരുന്നത് എങ്ങനെയാണോ, കറുത്ത വണ്ടും കൊമ്പൻചെല്ലിയും വരുന്ന അതിൻ്റെ എൻസൈമിൻ്റെ ഹോർമോണിൻ്റെ സ്മെല്ല് അവർക്കറിയാം. അതേ സെയിം സംഭവം തന്നെ ഇവിടെയും സംഭവിക്കും. അത് കൃഷിക്കാർ മനസ്സിലായിട്ടാണ് ഇതൊരിക്കലും ക്ലീൻ ചെയ്യാതിരിക്കാന്നുള്ളത്. ആ ഹോർമോണിൻ്റെ മണം അടിക്കുമ്പോൾ ഈ സംഭവങ്ങൾ ഉള്ളിലേക്ക് വരികയാണ്. ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചേക്കുന്നതും കേട്ടിരിക്കുന്നതും ഈ ഏത്തവാഴ എപ്പോഴും ഒരുക്കിയിടണം, ഒരുക്കിയിട്ടാൽ മാത്രമേ ചെള്ളു വരികയില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന നശിച്ച സാധനങ്ങൾ അത് ഡീകമ്പോസ്റ്റ് ചെയ്ത് താഴോട്ട് വന്ന് സ്വാഭാവികമായിട്ട് പോകുക നല്ലത്. അത് മനുഷ്യൻ എന്ന് അതിന്മേൽ കടന്നു കയറാൻ തുടങ്ങിയോ അതിൻ്റെ അനുസരിച്ച് പ്രതിരോധശേഷി നശിച്ചുകൊണ്ട് ഇത് പിന്നെ രോഗങ്ങൾക്ക് വന്ന് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. കാരണം ഇവിടെ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പം പഠിച്ച് പൊളിക്കുക. പൊളിക്കണ്ടായിരുന്നു. അല്ല, പൊളിക്കുന്നില്ല. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പം ഇവിടുന്ന് ഈ വെള്ളത്തിനോട് ഒരു എൻസൈം ഹോർമോൺ വരും. അത് ഇതിന് വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ചെള്ളുണ്ടല്ലോ, അങ്ങനെയുള്ള ഈ ഹോർമോൺ ഇവർ ഓടി വരും. ഇതിൻ്റെ അകത്തോട്ട് കയറി വസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ക്ലീൻ ചെയ്യരുത്. ഇത് തന്നെ പോവുകയാണെങ്കിൽ തെങ്ങിൽ കൊമ്പൻചെല്ലി, കറുത്തവണ്ട് ഇതൊക്കെ അതിൻ്റെ ഹോർമോണിൻ്റെ എൻസൈം ഉപയോഗിക്കുന്ന ആ ഹോർമോണിലുള്ള സ്മെല്ല് മനസ്സിലാക്കിയാണ് അവർ ഓടി വരുന്നത്. അവർക്ക് ആവശ്യമുള്ള സ്മെല്ല് അവിടെ കിട്ടുക. അത് പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതേ സംഭവം തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് ഇണങ്ങിയുള്ള കൃഷി രീതിയാണ് ആവശ്യം. നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള എക്കലക്സ് കാര്യങ്ങളോ മുഴുവൻ പുരട്ടും തോറും ഒരു കുറച്ച് തല അതിനെ അവർ കവർ ചെയ്യും. അതിനെയും പ്രതിരോധിക്കും. അവർ പ്രതിരോധിക്കും. അതിനെ കൊണ്ട് അടുത്ത കടുപ്പുള്ള വളം അടിക്കണം, മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. വീണ്ടും അതിനെ കവർ ചെയ്യും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വിഷലിപ്തമായി മാറുകയുള്ളൂ. ഇതിലെ ഈ തുറവിൽ എവിടെയെങ്കിലും ഒരു ചെള്ളു കുത്തിയതോ വണ്ട് കയറിക്കുന്നോ എന്നെ മാണപ്പുഴി കയറിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം കാണിക്കാൻ പറ്റുമോ? ഇത്ര അടഞ്ഞു നിന്നിട്ടും. അപ്പം അതായത് ഇതിനകത്ത് 7 എണ്ണം ഉണ്ട് അല്ലേ ഒരു തുറവില്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു മാണപ്പുഴും കയറിയിട്ടില്ല അല്ലേ? കയറിയിട്ടില്ല. അപ്പം ഈ ടോമിൻ്റെ ഒരു കണ്ടുപിടുത്തം തന്നെയാണല്ലോ ഇത്. അല്ല, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. കാരണം എപ്പോഴും കൃഷിയെ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. തെങ്ങിൻ്റെ നമ്മൾ ഓല വെട്ടിക്കഴിഞ്ഞാൽ, അടുപ്പിച്ച് വെട്ടിക്കഴിഞ്ഞാൽ ആ തെങ്ങിലേക്ക് അതിൽ നിന്നൊരു ഹോർമോൺ പുറത്ത് വരുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ സ്മെല്ല് ഈ പിന്നെ കറുത്ത വണ്ടിലും ചെമ്പഞ്ചെല്ലിക്കും വിടുക. അവർ ഓടി വന്ന് ഇത് കൂട് കൂട്ടും. അപ്പോൾ ആ ഒരു തീയതി അതേപ്പറ്റി പറയാം. ആ ഒരു തീയതി ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇത് ഇത്ര നാളുണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും കട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡീകമ്പോസ്റ്റിംഗ് നടത്തുമ്പം ഈ സംഭവം നമ്മൾ വരയ്ക്കും തോറും ഇതിന് ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ജലത്തിൻ്റെ ഇതുണ്ടല്ലോ, ജലത്തിനുള്ള ഇതെല്ലാം കവിഞ്ഞ് പൊതിഞ്ഞ് നിർത്തേണ്ടിയിട്ടാണ്. ഈ എല്ലാം നമ്മൾ പൊളിച്ചു കളയും. ഇതിങ്ങനെ പൊളിക്കും തോറും ഇതിൻ്റെ ബലം കുറയുകയാണ്. ഇതിൻ്റെ ശക്തി കുറയ്ക്കുകയാണ് കൃഷിക്കാർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ടോമിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം അതിന് ഒത്തിരി വിമർശന കമൻറ്റുകൾ വന്നിരുന്നല്ലോ. അപ്പം തന്ന ആ മൊബൈലിൽ ഇതുപോലെ തന്നെ ഒരു കർഷകൻ ചെയ്തിരിക്കുന്ന വേറൊരു ചാനൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവം, അത് ടോം ഒന്ന് കേട്ട് നോക്കിയേ. ഒരു കാരണവശാലും നമ്മൾ ഇതിനെ വൃത്തിയാക്കാൻ നിൽക്കാതെ, കാരണം അതിനകത്ത് സാറിപ്പോൾ ശ്രദ്ധിച്ചു, വാഴയ്ക്കാണേലും ഏലമാണേലും ഇല പൊഴിക്കുന്നുണ്ടോ? ഓഷധി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയും ഇല പൊഴിക്കുന്നില്ല. കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തണ്ടുതുറപ്പിൻ്റെ ഒക്കെ എണ്ണം കൂടുന്ന, അല്ലെങ്കിൽ കീടങ്ങളുടെ എണ്ണം കൂടും. നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ നെൽവയലുകളിൽ കൊതുമ്പാവുക എന്ന് പറയും. നെൽക്കതിര് കൊതുമ്പാവുന്ന ആ സമയത്ത് ആ കണ്ടത്തിൻ്റെ പരത്തുന്ന പരിസര പ്രദേശങ്ങളിൽ നിന്ന് അറിവുള്ളവരാരും പുല്ല് ചെത്തുകയില്ല. എന്തുകൊണ്ടാണ്? ചാഴി, പുല്ല് മുറിയുന്ന മണം അടിക്കുമ്പോൾ ചാഴി വരും. ഇത് ഞാൻ സമർത്ഥിച്ചത് ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് സമർത്ഥിച്ചതും സെയിം അങ്ങാരി പറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടപ്പം ടോമിന് എന്താ തോന്നിയേ?
എനിക്കത് കൂടുതൽ ഊർജ്ജം തോന്നിയത്. കാരണം വെച്ചിട്ടുണ്ടെന്നാൽ അതിൽ നിന്ന് കുറച്ചും കൂടെ ഗ്രാസ്പ് ചെയ്തെടുത്ത് എന്താ കാര്യം എന്നുള്ളത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ആരെങ്കിലും താത്വികമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ആ കമൻറ്റുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാൽ അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഒന്നും മനസ്സിലാക്കി ചെയ്യാനുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ കർഷകന് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളിൽ എത്തിക്കുകയോ ചെയ്താൽ അതിനെ വിമർശിക്കാനാണ് ആളുകൾ കൂടുതൽ നോക്കുന്നത്. എന്നാൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പല പരീക്ഷണങ്ങളും ജനങ്ങൾക്കോ കർഷകർക്കോ ഉപകാരപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും അതിനെയാണ് ഏറ്റെടുക്കുന്നത്. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മൾ മത്സ്യ വളർത്തൽ, അതായത് ജനങ്ങൾക്ക് മുഴുവൻ ടാങ്കും എല്ലാം കൊടുത്ത് സബ്സിഡി എല്ലാം കൊടുത്ത് മത്സ്യ വളർത്തൽ നടത്തി. അമ്പേ പരാജയമായിരുന്നു അല്ലേ? പല ആളുകളും അതിനെ പരാജയപ്പെട്ടു. അതായത് പുതിയ ടെക്നോളജിയിൽ ടോമിനറിയാൻ ഞാനും പരാജയപ്പെട്ട വർത്തന അല്ലേ? ഞാനും പരാജയപ്പെട്ട വർത്തന. അപ്പം ആ ഒരു ഭൂമിയിൽ ഞാനും മീനുകളെ കുഞ്ഞുങ്ങളെ വളർത്തി അമ്പേ പരാജയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ രൂപ പോയതല്ലാതെ ഒരു കറിക്കുള്ള പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ടോം ഈ ഒരു തടത്തിൽ തന്നെ ഇപ്പോൾ 7 വാഴ നിർത്തി, അത് ഒന്നും കട്ട് ചെയ്യാതെ ഇതിവിടെ നിർത്തി. ഇതിനകത്തൊരു ചെള്ള് പോലും ഇല്ല. ചെള്ളിന്റെ ഒരു അംശം ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു തുറു തന്നെയല്ല, ഇത് കണ്ടോ, ഇതിനോട് ചേർന്ന് അടുത്ത തുറു ഇത്. അപ്പം എല്ലാവരും ധരിച്ചിരുന്നത് ഈ ഒരു തുറു തന്നെയാണ് ഇങ്ങനെ നിർത്തിയിരുന്നത്. ഇതുപോലെ ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ ഇട്ട് കഴിയുമ്പം ടോമിന് എന്താ തോന്നുന്നേ? എനിക്കത് അവര് ഒരു കാര്യം കാണുമ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുന്ന, ആ കാണുന്ന വികാരാവസ്ഥയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് എടുത്തിയാടി അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അതുള്ളൂ. പക്ഷെ ഇതെന്താ പറയുന്നതൊന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള. അല്ല, അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ഏത്തവാഴ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തെളിച്ച് വൃത്തിയാക്കി ഇടണം. അത് കൃഷി ഡിപ്പാർട്ട്മെന്റും പഴയ തലമുറയിൽപ്പെട്ട ആളുകളും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇവരൊന്നും തയ്യാറാകുന്നില്ല. വിനോയ് ഇവിടെ വന്ന് ഈ തോട്ടമൊക്കെ കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞാൽ വിനോയ്ക്ക് എന്നാ തോന്നുന്നേ? ഇതൊരു വളരെ സന്തോഷമുള്ളൊരു സംഭവം അല്ലേ? ഈ കേടുമില്ല. ഇതിന്റെ തടയുടെ വണ്ണം വിനോയുടെ വണ്ണമുണ്ട് അല്ലേ? നോക്കിയേ, വിനോയ് കയറി ഇതിന് മറിഞ്ഞു നിന്ന് കാണത്തില്ല അല്ലേ? ആണോ? വിനോയ് കാണാനില്ല ആണോ? നോക്കിയേ, ഈ ഇതിന് മറിഞ്ഞു പോയി. അത്രയും വണ്ണമുണ്ട്. നോക്കിയേ, ഇത് സംശയം ഉണ്ടെങ്കിൽ ടോമി നോക്ക്, നമ്മൾ നുണ പറയുന്നതാണോ? ഇത് വിനോയ് ഇപ്പോൾ എവിടെ പോയി? സാരി കളിച്ച പോലെ മറിഞ്ഞു പോയി ഇല്ലേ? വിനോയ് പോരെ വിനോയ് പോരെ. ടോം നല്ലൊരു കർഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃഷി രീതികൾ നമ്മൾ പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനലാണിത്. ഇതിനകത്ത് കർഷകരുടെ പല പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. അപ്പോൾ പലപ്പോഴും തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ വിമർശിക്കാം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതാം. പക്ഷേ അത് മാന്യമായ ഭാഷയിൽ, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.